ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി നവരാത്രി. അപ്പോൾ ഇത് നവരാത്രിയുടെ 7ാം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാ ഈ മഴയുടെ ഇരമ്പലും മഴയുടെ പ്രശ്നം കാരണം വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി, നമ്മുടെ ശമ്പൂട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി വിളക്കത്തൊരുക്കാൻ പോവുകയാണ്. ഞാൻ രാവിലെ വീടെല്ലാം അടിച്ചു വാരി തുടച്ച് നമ്മുടെ പുറം ഭാഗം എല്ലാം കഴുകി വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ ആൻഡമാനിൽ ഒരു നേവി ക്വാർട്ടറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ എത്രയൊന്ന് എന്തൊക്കെ കഷ്ടപ്പെട്ടാലും അതിനുള്ള സ്ഥലപരിമിതിയും അതേപോലെ നമ്മളുടെ മാത്രം കൺട്രോളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വൃത്തിക്കുറവ് കാഴ്ചയിൽ തോന്നിയാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ മഴയുടെ ഇരമ്പൽ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കാണും വോയിസ് ഓവറിൽ, കാരണം എത്ര കാത്തു നിന്നിട്ട് ഇവിടെ മഴ കുറയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മുകളിലെ ഷീറ്റിൻ്റെ ആ ഒരു സൗണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് അത് ഇരട്ടിയായിട്ട് തോന്നും. ഞാൻ മാക്സിമം എല്ലാ റൂമും ഡോറും എല്ലാം അടച്ചിട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണേ. അപ്പോൾ ശമ്പൂട്ടിന് ഓറഞ്ച് കളറിലെ ഒരു ജുബ്ബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് എടുത്തിട്ടിട്ടാണ് വിളക്കൊക്കെ കൊളുത്തുന്നത്. ഞാനും അതെ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് നമുക്ക് ഉള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ക്വാർട്ടർ ലൈഫ് അല്ലേ, നമുക്ക് 2 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളൊന്നും മേടിച്ച് വെക്കാൻ പറ്റില്ല. ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒപ്പിക്കാൻ നോക്കും. കാരണം ഇതൊരു ഐലൻഡ് അല്ലേ, ഇനി അടുത്ത ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകുമ്പോൾ ഷിപ്പിങ്ങും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ വർഷം പോട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേച്ചു, പ്രാർത്ഥിച്ചു, എല്ലാം പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഉണ്ടാക്കിയില്ല, കാരണം അവധിയുള്ള ദിവസമല്ലേ. ശമ്പൂട്ടൻ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മതിയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ എന്നാൽ കുറച്ച് കീർത്തനങ്ങളൊക്കെ ഇടാം, സുബ്രഹ്മണ്യ അഷ്ടോത്തരവും നമ്മുടെ അതേപോലെ ലളിത സഹസ്രനാമവും ഒക്കെ ഇട്ടിട്ട് കുറച്ചൊരു നമ്മുടെ ഒരു മോർണിംഗ് വൈബ് കിട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. മോൻ വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ടി വിയിൽ ഈ ഒരു ഇതിടുകയാണ്. അപ്പം ഈ ശമ്പൂട്ടൻ സഹസ്രനാമം പഠിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ സന്ധ്യാനേരം നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്ലോയിൽ അങ്ങ് ചൊല്ലിപ്പോവല്ലോ. പക്ഷേ ടി വിയിൽ ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ അത് ഇട്ടാൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡുമാണ്. അതേപോലെ അവൻ കേട്ട് പഠിക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അത് ബ്രെയിനിൽ രജിസ്റ്റർ ആവുകയും ചെയ്യും. പിന്നെ ഇത് അഷ്ടോത്തരം പഠിക്കുന്നത് കൊണ്ട്, ഇത് സുബ്രഹ്മണ്യനല്ല, ഏതെങ്കിലും ഒരു അഷ്ടോത്തരം പഠിച്ചാൽ കുട്ടികൾക്ക് അക്ഷരസ്ഫുടത നന്നായിട്ട് വരും കേട്ടോ. നല്ല ഒരു ഫ്ലുവൻസി വരും സംസാരത്തിലും അങ്ങനെയൊക്കെ. അപ്പം അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ശമ്പൂട്ടൻ ഡേറ്റൊക്കെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്തു കേട്ടോ. ആൾക്ക് ജുബ്ബയൊന്നും ഇട്ട് ഇരിക്കാനൊരു കംഫർട്ടില്ല. അപ്പോൾ എന്തായാലും പാല് കാച്ചുന്ന സമയത്തിന് ശമ്പൂട്ടിന് കുറച്ച് ബദാമും അതേപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ആംലയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ പൊതുവേ താഴെ പോയാലും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കഴിക്കാമോ എന്നൊക്കെ ആൾ ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ തുടച്ചിട്ടതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാ ഞാൻ പാല് കാച്ചി. ഭയങ്കര മഴയാണ് കേട്ടോ. നമുക്ക് കഴിക്കാനുള്ള വിശപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ കാര്യമായിട്ട് അങ്ങനെ സമയത്തിന് കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷേ മഴയാവുമ്പോൾ ഇല്ല, എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എനിക്ക് പ്രത്യേകിച്ച് കോഫിയാണ് കേട്ടോ. അപ്പോൾ വിത്തൗട്ട് ഷുഗർ ഒരു കോഫി എടുത്തു. ശംഭുവിന് ഒരു ചോക്ലേറ്റ് മിൽക്കും കൊടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം നന്നായിട്ട് തണുത്ത ചായയും പാലും ഒക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ചൂടോടെ കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ലൈറ്റ് ചൂടില്ലെങ്കിലും കുടിക്കാൻ തുടങ്ങിയത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചായ എടുത്ത് വെക്കും, എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുടിക്കുക. അതിശയോക്തി പറയുന്നതല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. അത്രയും ലേറ്റായിട്ടാണ് ഞാൻ കുടിക്കല്. എനിക്ക് തണുത്ത ചായയായിരുന്നു ഇഷ്ടം. ഇപ്പോഴാണ് കുറച്ചൊരു ലൈറ്റ് ചൂട് കുടിക്കാൻ തുടങ്ങിയത്. എന്നാലും എനിക്ക് ചൂട് പറ്റില്ല. പുറത്തൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രജി കുടിച്ച് കഴിഞ്ഞിട്ട് ആ കപ്പിലൊഴിച്ച് വീണ്ടും എനിക്ക് ആർച്ച് തന്നാലാണ് കുടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുറത്ത് പോയാൽ ഞാൻ ചായ കുടിക്കാറില്ല പൊതുവെ.
പിന്നെ അതിനുശേഷം നമ്മുടെ മോർണിംഗ് ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു. രാവിലത്തെ നമ്മുടെ നവരാത്രിയുടെ അന്നാ ദിവസത്തെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അപ്പുറത്തു നിന്ന് അവർ വന്നിട്ട് കുഞ്ഞാവനെ കുറച്ച് നേരം നോക്കുമോ ദീദി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ സന്തോഷം കൊണ്ടുവരുമോ പറഞ്ഞു. അവരിന്ന് പുറത്തു പോവാണ്. അപ്പോൾ ഈ പെരും മഴയത്ത് കുഞ്ഞിനെയും കൂട്ടി പോകാൻ പറ്റില്ലല്ലോ, അവർക്ക് 2 വീലറാണ് ഉള്ളത്. പക്ഷേ പോയിട്ട് അത്യാവശ്യമുണ്ട്, നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ ലീവ് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങളും പിന്നെ ക്യാൻറ്റീൻ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ കുഞ്ഞാവനെ ഇവിടെ ആക്കിയിട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പം ശമ്പൂട്ടനും സന്തോഷം, എനിക്കും സന്തോഷം. അപ്പം ഞങ്ങളിതാ കുഞ്ഞാവയായിട്ട് കുറേ നേരം കളിച്ചിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വരുമ്പോൾ. ഒരു ഫിംഗർ കൊടുക്കും, അമ്മ കൊടുത്തേക്കുന്ന പോലെ ഒരു ഫിംഗർ ഇങ്ങനെ കയ്യിൽ കൊടുക്കും, പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ 2 months കഴിയട്ടെ. ശമ്പൂട്ടനാണെങ്കിൽ ഇപ്പം തന്നെ കുഞ്ഞാവനെ എടുക്കണം. എനിക്കാണെങ്കിൽ പേടിയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കാൻ 2-3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴെങ്കിലും കിടത്തിയിട്ട് പോകുമ്പോൾ അവൻ വാരി എടുക്കുകയെ അങ്ങനെ ബാലൻസ് കിട്ടാതെ വീഴുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ശമ്പൂട്ടനോട് പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം, കുറച്ചൊന്ന് അവളുടെ ഒന്ന് ഇതാവട്ടെ എന്ന്. ഇപ്പം 5 മാസമായി, എന്നാലും ആൾ കമഴ്ന്ന് വീണിട്ട് മുട്ടിൽ നന്നായിട്ട് എഴയാനുള്ള ശ്രമത്തിലൊക്കെയാണ്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൻ്റെ പേടി കേട്ടോ. മലർത്തി കിടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ കമരും, അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് തലയിടിക്കും. അതുകൊണ്ട് ഞാൻ ചുറ്റും പില്ലോ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും പോയില്ല, കാരണം കുഞ്ഞാവരോടെ തന്നെ ഇരിക്കണം. എനിക്ക് പേടിയാണ്. അവൾ ആദ്യമായിട്ട് നമ്മളെ അത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. അപ്പം അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയിട്ട് ആളങ്ങ് മറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പേടിയാണ്. അപ്പം ഞാൻ പിന്നെ കുഞ്ഞാവനെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. അവൾക്ക് കുറേ ഇരിക്കുന്നതാണ് കുറച്ചും കൂടി കംഫർട്ട് കിടക്കുന്നതിനെക്കാട്ടിലും. ആളിങ്ങനെ ഫുൾ ടൈം ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം എന്താണ് ചെയ്യേണ്ടത്, സമയം പോയിക്കൊണ്ടിരിക്കല്ലേ നമ്മൾ. അല്ലെങ്കിൽ തന്നെ ഇന്ന് ലേറ്റായി. അപ്പോൾ 10 മണിയായി, 11 മണിയായി, 12 മണിയായി, എന്നിട്ടും അവർ വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ശമ്പൂടൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു മോന്താ ഇങ്ങനെ തന്നെ ഇരിക്കും. അവനാണെങ്കിൽ സന്തോഷമായി. എന്നിട്ട് ഞാൻ പോയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ലാന്നേ. ഞാനപ്പോൾ എന്താണ് ഉച്ചക്കത്തേക്ക് ചേമ്പ് കറി വെക്കാം, ചേമ്പ് തീയൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ചേമ്പ് പുഴുങ്ങിയായിരുന്നു കേട്ടോ. ആ ഒരു പുഴുങ്ങിയാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ വന്ന് കുഞ്ഞിനെ തന്നത്. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ചേമ്പ് കുറച്ചെടുത്തിട്ട് വെറുതെ മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. കാരണം ഇപ്പം തന്നെ ഏകദേശം 1 മണിയായി. 1 മണിയായപ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ, രാവിലെ തൊട്ട് ഒരു കോഫിയിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അത്യാവശ്യം വയറ്റിനകത്തുനിന്ന് ചെണ്ടമേളം തുടങ്ങി. 1:15 ആയപ്പോഴത്തേക്ക് ഞാൻ വേഗം അരിയിട്ടു. പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിക്കുള്ള ഇതും വെച്ചു. അതേപോലെ നമ്മുടെ ഈ ചേമ്പ് കൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേമ്പിൻ്റെ തീയലില്ലേ, നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത്, പച്ചക്കായ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചായിരുന്നേ. യെല്ലോ കറി വേണോ റെഡ് കറി വേണോ? യെല്ലോ 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 ഡർട്ടി ഫെല്ലോ. ഞാൻ എൻ്റെ അബദ്ധത്തിന് ചോദിക്കാൻ പോയതാണ് യെല്ലോ കറി വേണോ അതോ ചുവന്ന കറി വേണോ എന്നേ. കാരണം ഇവന് ഈ ഡാർക്ക് കളർ കാണുന്നതെല്ലാം എരിവാണെന്നാണ് വിചാരിക്കുക. നമ്മൾ തേങ്ങ വറുത്തരച്ച് തീയൽ വെക്കുമ്പോൾ അത്ര എരിവൊന്നും വരില്ലല്ലോ. അപ്പോൾ എനിക്കിന്ന് ചേമ്പ് തീയൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ചേമ്പ് എടുത്ത് പുഴുങ്ങിയത്. പക്ഷേ ആൾ യെല്ലോ പറഞ്ഞ സ്ഥിതിക്കും രാവിലെ തൊട്ടേ ഒന്നും കഴിക്കാത്ത സ്ഥിതിക്കും പിന്നെ ഇന്നലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഈ കറി തന്നെ അമ്മ എനിക്ക് എല്ലാ ദിവസവും തരണമെന്ന്. നമ്മുടെ ഇന്നലത്തെ വെള്ളരിക്ക കറിയേ അത് ചെത്തുന്നത് കണ്ടില്ലേ, അതിൻ്റെ കഷ്ടപ്പാട് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അതിലും നല്ലത് ഈ ചേമ്പ് തന്നെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമല്ലോ, അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ചിട്ട് ചേമ്പ് വേവിച്ചതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് തൈരൊന്ന് കടഞ്ഞൊഴിച്ചിട്ട് കടുവും കൂടെ വറുത്തിടുക. കടുകും ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം വറുത്തിട്ടാൽ നല്ല അടിപൊളി ഒരു കറിയാണ്. അതിൻ്റെ കൂടെ പപ്പടം എല്ലാം ആക്കിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ലഞ്ച് കഴിച്ചു. സിമ്പിളൊന്നും അല്ല, ഇതൊക്കെ നമുക്ക് ആഡംബരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ
ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും കുഞ്ഞാവ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് പിന്നെയും വേഗം വന്നിട്ട് പിന്നെയും വൈകുന്നേരം വരെ നമ്മുടെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാട്ടിലെ ഡെലിവറി സ്റ്റോറിയും നാട്ടിലെ വിശേഷങ്ങളും പിന്നെ കുഞ്ഞാവ് ഇട്ടിരുന്ന ഡ്രസ്സില്ലേ അതൊക്കെ അവർ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തതാണെന്നും ഒരു സാരി തന്നെ വെട്ടിയിട്ടൊരു 10-50 ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു അതാണ് ഇടുന്നതെന്നും അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് കാണുന്നത് കുഞ്ഞാവയുടെ. അങ്ങനെ സമയം പോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കുളിച്ച് ഫ്രഷായി വിളക്കെല്ലാം കൊളുത്തി. ശമ്പട്ടം കുളിച്ച് ഫ്രഷ് ആവുന്ന സമയത്തിന് ഞാൻ വീണ്ടും വീടൊക്കെ അടിച്ചു വാരി ഇടും കേട്ടോ. കുഞ്ഞാവ് വന്നു കഴിയുമ്പോഴത്തേക്ക് കളിക്കാനൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തുമല്ലോ. ശമ്പൂട്ടൻ്റെ കുഞ്ഞാവയായിരുന്നപ്പോഴത്തേ ഉള്ള നമ്മുടെ കിലുക്കം പിന്നെ നമ്മുടെ സോഫ്റ്റ് ടോയ്സ് അല്ലെങ്കിൽ നമ്മുടെ സിലിക്കോൺ ടോയ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കൊടുക്കും. അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ വീടെല്ലാം വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അതിനുശേഷം വിളക്കെല്ലാം കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നാമം ജപിച്ചതിന് ശേഷം കുറച്ച് നേരം എല്ലാ ദിവസത്തെയും പതിവുപോലെ തന്നെ കീർത്തനങ്ങളോ അല്ലെങ്കിൽ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ എന്തെങ്കിലും ഒന്ന് ടി വിയിൽ വെച്ച് ഒരു 15 മിനിറ്റ് അതും അങ്ങനെ കേൾക്കും. അല്ലെങ്കിൽ ഒരു ലളിത സഹസ്രനാമം ഒക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അത് തന്നെ കേൾക്കുമല്ലോ. അങ്ങനെ ആ ദിവസം അങ്ങ് പോയി. ഈ മഴ ഒരു വില്ലനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്ത് പോകണമായിരുന്നു. പക്ഷേ മഴ കാരണം യാതൊരു നിവൃത്തിയില്ല. കാറിൻ്റെ കവർ പോലും മാറ്റാൻ പറ്റാത്ത തുമ്പിക്കൈ വണ്ണത്തിലുള്ള മഴയാണ് കേട്ടോ. പിന്നെ അവരും വിചാരിച്ച പോലെ സാധനങ്ങളൊന്നും ഇന്ന് കിട്ടിയില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കഷ്ടപ്പാട് തന്നെ ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും. പിന്നെ നമ്മൾ ധൂപത്തിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശമ്പൂട്ടൻ പുകേനെ പിടിക്കുവാണേ. ഈ ഒരു സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നേ. പണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം, നമ്മൾ സന്ധ്യ ആകുമ്പോൾ മുറ്റമെല്ലാം അടിച്ചു വാരി ഒരു മൂലയിലാക്കിയിട്ട് തീയിടുമല്ലോ. തീയിട്ട് എല്ലാ വേസ്റ്റെല്ലാം കത്തിക്കുമല്ലോ, കരിയിലകളെല്ലാം. അപ്പോൾ കത്തിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്ന പുകേനെ ഇങ്ങനെ പിടിക്കുമായിരുന്നു അത്രേ. എനിക്ക് ഇഷ്ടമാണ് പൊതുവെ പുക. അതിനുശേഷം നമ്മൾ പെട്ടെന്നൊരു ക്രേവിങ് വന്നു. എനിക്കെന്തോ മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ രാവിലെ നമ്മൾ ഷുഗർ ഫ്രീ കോഫി എന്നൊക്കെ പറഞ്ഞ് ജാട കാണിച്ചല്ലോ, അതിൻ്റെ അങ്ങ് തീർന്നില്ലേ ഇപ്പം. അപ്പം ഞാൻ ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഗോതമ്പും തേങ്ങയും ശർക്കരയും ഏലക്കയും ജീരകവും ഇച്ചിരി ചുക്കുപൊടിയും എല്ലാം കൂടെ ഇട്ട് കുഴച്ച് ഇലയിൽ ഇങ്ങനെ പരത്തി ഉണ്ടാക്കി. അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കിയാൽ ശമ്പൂട്ടിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഇതാവുമ്പോൾ അങ്ങ് കഴിച്ചോളും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഴക്കേക്ക് അല്ലെങ്കിൽ എൻ്റെയൊക്കെ അവിടെ ബോണ്ടാന്ന് പറയുന്നത് ഇത് തന്നെ. ഇങ്ങനെ ഒരു പഴവും കൂടെ കൂട്ടിത്തിരുമ്മി ഇത് തന്നെ ഉരുട്ടി ബോളാക്കി എണ്ണയിലിട്ട് പൊരിക്കുന്നതിനെയാണ്. പക്ഷേ കണ്ണൂരൊട്ട് ബോണ്ടാന്ന് പറയുന്നത് മസാല ബോണ്ടയാണ്. ആലു ഉരുളക്കിഴങ്ങ് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് മൈദയുടെ കോട്ടിങ് വരുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാധനത്തിന് കണ്ണൂർ പറയുന്നത് കായ് നിറച്ചതെന്നും അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പോൾ നമ്മൾ ഇന്നും മഴ ദിവസം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂട്ടണം കേട്ടോ. താങ്ക് യു. ഹാപ്പി നവരാത്രി.